നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണം സമാധിയായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ അതിനകത്ത് സംശയമുണ്ട്. ഗോപൻ സ്വാമിയുടെ മരണം സമാധിയല്ല എന്ന് ഒരു കൂട്ടർ വാദിച്ചു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം കാണാനില്ല, ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് പറഞ്ഞ് നെയ്യാറ്റിൻകര പോലീസ് ഒരു കേസെടുത്തു. അതിനുശേഷം സത്യസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി പോലീസ് കളക്ടർ അനുവാദത്തോടുകൂടി ഗോപൻ സ്വാമിയുടെ കുഴിച്ചിട്ട അറ പൊളിക്കാൻ ശ്രമിച്ചു. അതിന് എതിർപ്പുണ്ടായി. അനുകൂലവും പ്രതികൂലമായ ആൾക്കാർ അവിടെ വന്നു ചേർന്നു. ഏതായാലും പോലീസ് തന്ത്രപൂർവ്വം തൽക്കാലം ആ അറ പൊളിക്കാൻ മടിച്ചു. ഈ സമയം ഗോപൻ സ്വാമിയുടെ മകൻ ഹൈക്കോടതി പോയി. പിതാവ് സമാധിയാകുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ ഒരു അറ തീർത്തു. അദ്ദേഹത്തിനെ സുഗന്ധദ്രവ്യങ്ങളിൽ ആണ് കഴുത്തുവരെ നിറച്ച് അതിലാണ് അദ്ദേഹം സമാധിയായി ഇരിക്കുന്നത്. പത്മാസനത്തിലാണ് അച്ഛൻ അല്ലെങ്കിൽ സ്വാമി സമാധിയായത് എന്ന് ഭാര്യയും രണ്ടാമക്കളും മരുമകളും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇതിനവർക്കൊരു പറ്റുപറ്റിപ്പോയത്, അതിന് സർട്ടിഫൈ ചെയ്യാനൊരു ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ മരണം വിറ്റ്നസ് ചെയ്യാൻ ആൾക്കാർ ഭക്തജനങ്ങളാരും വന്നില്ല. അത് രഹസ്യമായിട്ട് വെച്ചു. അവിടെയാണ് പാളിപ്പോയത്. അദ്ദേഹം സമാധി അടയുന്ന ഹിന്ദുയിസം അനുസരിച്ച് അദ്ദേഹം സമാധി അടയുന്നത് അതിന് വിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഈ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് കൃത്യം മനസ്സിലായി. അതിനകത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അല്ലാതെ മരണകാരണം കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തെ ആ കല്ലറയിലെ കോൺക്രീറ്റ് ആയിട്ട് അടച്ചിരുന്ന ആ ഭാഗങ്ങൾ നീക്കി ഒരു ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കി. അതിനുശേഷം ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫോറൻസിക് അവരുടെ തിയേറ്ററിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. പ്രാഥമികമായിട്ട് വരുന്ന വിവരങ്ങൾ ഒരു നാച്ചുറൽ ഡെത്ത് ആണ്, സ്വാഭാവിക മരണമാണ്. ഇതേപ്പറ്റി പല സന്ദർഭത്തിലും ഞാൻ പറയുണ്ടായി. ഇന്ത്യയുടെ പാരമ്പര്യം, ഹിന്ദുയിസത്തിൻ്റെ പാരമ്പര്യം BC-യിലുള്ളതാണ് ആ സംസ്കാരം. അത് ചൈനീസ് സംസ്കാരവും റോമ സംസ്കാരത്തിനൊക്കെ മുമ്പേ ഭാരതത്തിൽ ഹിന്ദുയിസം ഉണ്ടായി. അത് ഡെവലപ്പ് ചെയ്ത് വന്ന് പിന്നീട് അത് വേറെ കൾട്ടുകളുണ്ടായി. അങ്ങനെ അതിൽ നിന്ന് ബുദ്ധിസം വന്നു, ജൈനമതം വന്നു. ആദ്യം ജൈനമതം വന്നു, പിന്നീട് ബുദ്ധിസം വന്നു, പിന്നെ സിഖ് മതം വന്നു. ഇന്ത്യയിൽ ധാരാളം യോഗികളുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു യോഗിയായിരുന്നു. ധാരാളം സ്വാമിമാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പം ആധുനിക കേരള യുഗത്തിലെ ആത്മീയതയെ സഞ്ചരിക്കുന്ന ആൾക്കാർ കുറവായതുകൊണ്ട് ഇവിടെ നമുക്കത് പരിചിതമല്ല. സമാധി എന്ന് പറയുമ്പം പലരും പുച്ഛത്തോടെ തള്ളും. അത് ഇന്ത്യയുടെ സംസ്കാരം പഠിക്കാത്തവരാണ്. അത് അഘോരികളുടെ നാടാണ് ഇന്ത്യ, നമുക്കറിയാം. അത് ഈ അടുത്ത ദിവസം നമുക്കറിയാമല്ലോ, അഘോരി സ്വാമികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വർഷങ്ങളായിട്ട്, കാലാകാലങ്ങളായിട്ട്. അതൊരു പ്രത്യേക കൾട്ടാണ്, ആത്മീയ ജീവിതമാണ്. അതിനകത്ത് ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഗവൺമെന്റിനെ കൈകടത്താൻ കഴിയില്ല. അത് ആത്മീയമായ ഒരു പ്രസ്ഥാനമാണ്. അതിന് മനുഷ്യന് ദ്രോഹകരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവിടെ ഗോപൻ സ്വാമി അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ അദ്ദേഹം ആരെയൊക്കെ വെട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടു. കഴിഞ്ഞ 10-30 വർഷമായിട്ട് അദ്ദേഹം ഒരു സാത്വികനായി, അദ്ദേഹം ഒരു ശാന്തനാണ്, അദ്ദേഹം ശിവഭക്തനാണ്. അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. അതിനുശേഷം മരണാസന്നനായപ്പം അദ്ദേഹം കുറച്ച് ദിവസം കൊണ്ട് സുഖമില്ലാതെ കിടപ്പിലായി. മക്കളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് സമാധിയാകണം. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. അദ്ദേഹം സമാധിക്ക് മുമ്പ് മരണത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പത്മാസനത്തിലിരുന്ന് മരിക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞ് പൂജ നടത്തിയ സ്ഥലങ്ങളിൽ മരണ സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് ഇരുത്തി അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു. അതിന് സാക്ഷികളില്ലാതെ പോയി. ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അവിടെയാണ് തെറ്റിപ്പോയത്, പാളിപ്പോയത്.
അപ്പോൾ തന്നെ ഏതെങ്കിലും അദ്ദേഹം സമാധിയാണെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചിരുന്നെങ്കിൽ ആ സമാധിക്ക് സർട്ടിഫൈ ചെയ്ത് തന്നേനെ, മരണം സർട്ടിഫൈ ചെയ്തേനെ. അല്ലെങ്കിൽ അയൽവക്കത്തുള്ള അവരോട് ഇഷ്ടമുള്ള അമ്പലത്തിൽ വരുന്നവരെ ഒരു 3-4 പേരെ വിളിച്ചിരുത്തണമായിരുന്നു. അത് ഇന്ത്യയുടെ പാരമ്പര്യം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. പക്ഷെ വീട്ടുകാർ അന്ധമായി ആ സമാധിയും ആ യോഗിയെയും അല്ലെങ്കിൽ ആ സ്വാമിയെയും അവർ വിശ്വസിച്ച് അവർ കഴിഞ്ഞ 30 വർഷമായിട്ട് ആ ഒരു ജീവിതം നയിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണമായിരുന്നു നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും. സമാധിയായപ്പോൾ അത് പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ളവരെ അറിയിച്ചിരുന്നെങ്കിൽ അവരാരെങ്കിലും വന്ന് അതിന് സാക്ഷി നിന്നേനെ. എന്തായാലും മരണത്തിൽ സംശയം വന്ന് സ്വാമിയെ കാണാനില്ല എന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മാർഗവുമില്ല. അവർ കോടതി പോയെങ്കിലും 41 ദിവസം കഴിഞ്ഞ് വേണം ഇതിൻ്റെ കർമ്മങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും വില പോയില്ല. ഏതായാലും ഇന്ന് രാവിലെ 6 മണിയോടുകൂടി പോലീസ് അവിടെ വന്നു, സമാധിയുടെ കല്ലുകൾ മാറ്റി, കോൺക്രീറ്റ് സ്ട്രക്ചർ മാറ്റി. അപ്പോൾ ഗോപൻ സ്വാമി പത്മാസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കഴുത്തറ്റം വരെ പൂജാദ്രവ്യങ്ങളൊക്കെ അവർ ഇട്ട് മൂടിയിട്ടുണ്ട്. പ്രാഥമിക അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫോറൻസിക് തിയേറ്ററിൽ തന്നെ ആ പോസ്റ്റ്മോർട്ടം നടത്തി. 3 വിദഗ്ധ ഫോറൻസിക് ഡോക്ടർമാരാണ് അത് നടത്തിയത്. ഏതായാലും സംഭവ സ്ഥലത്ത് വെച്ച് നടത്താൻ നന്നായി. ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് പറയുകയും ചെയ്തു. കാരണം അത് നടത്തുന്നത് കൃത്യമായി ആ ഫോറൻസിക് ലാബിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ലൈറ്റ് സംവിധാനം, ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ തെളിവിന് ആവശ്യമാണ്. ഇത്തരം കോൺട്രവേഴ്സ്യൽ ആയതുകൊണ്ട് പോലീസ് ചെയ്യുന്നതും ഫോറൻസിക് ചെയ്യുന്നതും കൃത്യമായിരിക്കണം. അത് കോടതി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പോലീസ് നിഷ്കർഷ പാലിച്ചു. അതുപോലെ ഫോറൻസിക്കും അവർ വിദഗ്ധ ഉപദേശം. വെളിയിൽ വന്ന് പ്രാഥമികമായത് നാച്ചുറൽ ഡെത്ത് ആണ് എന്ന് പറഞ്ഞു. എന്തായാലും വിസറ അയക്കണം, ഏതെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായാലും കുറച്ച് സമയം എടുക്കും. പ്രാഥമികമായ നിഗമനത്തിൽ അദ്ദേഹം വിസറ അയച്ചാലും ശരി, അദ്ദേഹത്തിൻ്റെ വയറ്റിലെ കാരണം അദ്ദേഹം പതുക്കെ മരണത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ഫുഡ് വർജിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ആഹാരമൊന്നും വേണ്ട, 2-3 ദോശ കഴിച്ചിരുന്ന അദ്ദേഹം പതുക്കെ അത് ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം പാല് മാത്രം ഒരു ദിവസം കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂറിനറി ബ്ലാഡറും രക്തവും ഒക്കെ ഒന്നും കാണില്ല. അപ്പം വിഷാംശം കൊടുത്തു എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതെ പോകും. അതുപോലെ വിസ്രയുടെ റിസൾട്ട് വരും, ഫൈനൽ റിപ്പോർട്ട് വരും. പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം സ്വാഭാവിക മരണത്തിലേക്ക് പോയി. അതുകൊണ്ട് അതൊരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇന്ത്യയെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെ മാറി. പിതാവിൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മരണസമയത്ത് മറ്റുള്ളവർ കാണില്ല. അവർ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇരുന്ന് ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അതിൻ്റെ ചെലവിനുള്ള പൈസ അയച്ചു കൊടുക്കും. അല്ലാതെ ആ കുടുംബ ബന്ധങ്ങൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഏതായാലും ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമായി വന്നതിൽ സന്തോഷം. കാരണം വീട്ടിലെ ആ ഭാര്യയ്ക്കും മക്കളും എല്ലാവരും അന്ധമായി അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ വശം അവരും പിന്തുടർന്നു ഇത്രയോ നാളും വന്നുകൊണ്ടിരുന്നു. പ്രാദേശികമായ ചിലർക്കൊക്കെ ഇതിന് എതിർപ്പുണ്ടാവും, അതൊന്നും സാരമില്ല. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി അവിടുത്തെ ശിവക്ഷേത്രം കൂടുതൽ ഉന്നതിയിലേക്ക് പോവും. ആ പ്രദേശം ഒരു പുണ്യപ്രദേശമായി മാറും എന്നാണ് എൻ്റെ കണക്കൂട്ടൽ.